ജോഫിൻ ടി ചാക്കോ ഡയറക്റ്റ് ചെയ്ത് മുജീബ് മുജീദ് മ്യൂസിക് ചെയ്ത ആസിഫ് അലി അനശ്വര എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് വന്ന രേഖാചിത്രം കണ്ടുവന്നിരിക്കുകയാണ്. ഈ സിനിമ ട്രെയിലർ കണ്ട് ജഡ്ജ് ചെയ്ത് ആരും പോകരുത്. ഈ സിനിമ അങ്ങനെ ഭയങ്കര ത്രില്ലറായിട്ട് അങ്ങനെ ട്വിസ്റ്റ് അടിച്ചടിച്ചായിട്ടുള്ളൊരു ഒരു സിനിമയല്ല. ഈ സിനിമയിൽ ഇൻ്റർവെല്ലിൽ പോലും അങ്ങനെ പറയാൻ വേണ്ടി വലിയൊരു ട്വിസ്റ്റോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ഇതൊക്കെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമാറ്റിക് മൂവിയിൽ ഒരു ഡ്രാമ പോലെയാണ് ഇത് കൂടുതലും പോകുന്നത്. ഇതെല്ലാം വിശദീകരിച്ച് പറഞ്ഞ് ട്വിസ്റ്റൊന്നുമില്ല. അതൊരു നോർമലായിട്ടൊരു പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ ഒരു പോലീസുകാരൻ എങ്ങനെയാണ് കേസ് അന്വേഷിക്കുന്നത് എന്നുള്ള ഒരു ലെവലിലാണ് ഈ സിനിമ പോകുന്നത്. ഒരേ ഒഴുക്കിലാണ് പോകുന്നത്. ചിലർക്ക് ലേഗ് അടിക്കാം, പക്ഷേ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് വേറെ ലെവലാണ്, ഒന്നും പറയില്ല. പഴയ സിനിമയൊക്കെ ഷൂട്ട് ചെയ്യണ ഭാഗത്തൊക്കെ ഉള്ള അത് ചെയ്തിരിക്കുന്നതായാലും മമ്മൂട്ടി ഇതിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ 10-20 വർഷം മുമ്പുള്ള മമ്മൂട്ടി എങ്ങനെയാണെന്ന് ആ ഒരു രൂപം ചെയ്തിട്ടുണ്ട്. അത് കണ്ടുപിടിക്കാനേ പറ്റില്ല. അതൊക്കെ മാരകമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ ഹരിശ്രീ അശോകൻ, സിദ്ദിഖ്, സായി കുമാർ, അങ്ങനെ ഒരുപാട് ഇന്ദ്രൻസ് ഇവരൊക്കെയാരുണ്ട്. കോഴിയൊക്കെ കറി വയ്ക്കണം. ഇവരെല്ലാവരും ഉണ്ട് ഇതിൽ. സായി കുമാറിന് സ്ഥിരമുള്ള റോൾ തന്നെ, ഒരു ദൂതനെ പോലെ വരും, കഥ പറയും, കണ്ട് മടുത്ത് കൊടുത്തൊരു റോള്. പക്ഷെ നമ്മൾ ഭയങ്കര മാരകമായിട്ട് പ്രതീക്ഷിച്ചു പോയാൽ അതിനുള്ള ഒന്നും ഇല്ലയെന്ന് തോന്നും. പക്ഷേ ഇത് കണ്ടിരിക്കാൻ വേണ്ടി താല്പര്യമുള്ള ഒരാളാണെങ്കിൽ കണ്ടിരിക്കും. മോശമുള്ള പടമല്ല, നല്ല പടമാണ്. പക്ഷേ നമ്മൾ ട്രെയിലർ കണ്ട് വിചാരിച്ച് പോകുന്നത് വേറെ രീതിയിലായിരിക്കും. സിനിമ കാണുമ്പോൾ തിയേറ്ററിൽ കിട്ടുന്ന എക്സ്പീരിയൻസ് വേറെ ലെവലായിരിക്കും. അത്രേ ഉള്ളൂ. ബൈ.